ജാതകത്തിലെ ധനയോഗമുണരാനും അത് നിലനിർത്താനും ആഗ്രഹിക്കാത്തവരാരുണ്ട്? ലളിതമായ ചില ആത്മീയവും പ്രായോഗികവുമായ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യം വന്നെത്തും. അതിനായി ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ ഇവയാണ്. 1. മഹാലക്ഷ്മി പ്രീതി. ആദ്യമായി സമ്പത്തിന്റെ അധിദേവതയായ ലക്ഷ്മീദേവിയെ പ്രീതിപ്പെടുത്തുക. ആദിശങ്കരാചാര്യർ രചിച്ച കനകധാരാസ്തോത്രം ദിവസവും ജപിക്കുന്നത് ദാരിദ്ര്യശമനത്തിനും പെട്ടെന്നുള്ള ധനലാഭത്തിനും ഉത്തമമാണ്. ജ്യോതിഷത്തിൽ സമ്പത്തിന്റെ കാരകൻ ശുക്രനാണ്. അതിനാൽ വെള്ളിയാഴ്ചകളിൽ ദേവീക്ഷേത്രങ്ങളിൽ വഴിപാടുകൾ നടത്തുന്നതും വെള്ളവസ്ത്രം ധരിക്കുന്നതും ശുക്രപ്രീതിക്ക് സഹായിക്കും. ഒപ്പം കുബേരമന്ത്രങ്ങൾ ജപിക്കുന്നതും ധനയോഗം വർദ്ധിപ്പിക്കും. 2. ഗൃഹത്തിലെ പോസിറ്റീവ് ഊർജം. നമ്മുടെ വീടിന്റെ പോസിറ്റീവ് ഊർജം ധനത്തെ ആകർഷിക്കുന്നതിൽ വലിയ പങ്കുവഹിക്കുന്നു. വീടിന്റെ വടക്കുകിഴക്ക് മൂല അഥവാ ഈശാനകോൺ എപ്പോഴും വൃത്തിയായും ഭാരമില്ലാതെയും സൂക്ഷിക്കുക. ഇവിടെ ഒരു ചെറിയ ജലപാത്രമോ ജലധാരയോ വയ്ക്കുന്നത് സമ്പത്ത് വർദ്ധിപ്പിക്കാൻ സഹായിക്കും. അതുപോലെ ആഴ്ചയിലൊരിക്കൽ ഉപ്പുവെള്ളം കൊണ്ട് വീട് തുടയ്ക്കുന്നത് നെഗറ്റീവ് ഊർജത്തെ അകറ്റാൻ സഹായിക്കും. 3. ദാനധർമ്മങ്ങൾ. നമ്മുടെ പക്കലുള്ളതിൽ നിന്ന് ഒരു ചെറിയ പങ്കെങ്കിലും മറ്റുള്ളവർക്കായി നൽകണം എന്നതാണ് ശാസ്ത്രം. വിശക്കുന്നവർക്ക് അന്നദാനം നടത്തുന്നത് ജാതകത്തിലെ ദോഷങ്ങൾ അകറ്റാൻ സഹായിക്കും. അതുപോലെ പക്ഷികൾക്കും മൃഗങ്ങൾക്കും ഭക്ഷണം നൽകുന്നതും ഉറുമ്പുകൾക്ക് പഞ്ചസാര നൽകുന്നതും വലിയ ഭാഗ്യം കൊണ്ടുവരുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. 4. നിത്യവും പാലിക്കേണ്ട ശീലങ്ങൾ. ചില ചെറിയ ശീലങ്ങളിലൂടെ നമുക്ക് ഐശ്വര്യം നിലനിർത്താം. അതിഥികളെ സ്നേഹത്തോടെ സൽക്കരിക്കുക. സന്ധ്യാസമയത്ത് വിളക്ക് കൊളുത്തി ലക്ഷ്മി മന്ത്രങ്ങൾ ജപിക്കുക. മറ്റൊരു പ്രധാന കാര്യം, നിങ്ങളുടെ പേഴ്സിൽ അനാവശ്യ ബില്ലുകളോ പഴയ പേപ്പറുകളോ സൂക്ഷിക്കരുത്. പണം എപ്പോഴും മടക്കാതെ അടുക്കിവെക്കാൻ ശ്രദ്ധിക്കുക. സാമ്പത്തിക തടസ്സങ്ങൾ മാറാൻ ദിവസവും 108 തവണ ഈ മന്ത്രം ജപിക്കാവുന്നതാണ്. ഓം ശ്രീം ഹ്രീം ക്ലീം മഹാലക്ഷ്മിയൈ നമഃ. മഹാലക്ഷ്മിയുടെ അനുഗ്രഹം സിദ്ധിക്കാനും ഐശ്വര്യവും സമ്പത്തും നമ്മുടെ ജീവിതത്തിൽ നിറയാനും ചില കാര്യങ്ങൾ സവിശേഷമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഭക്തിയോടൊപ്പം തന്നെ അച്ചടക്കമുള്ള ജീവിതശൈലിയും ഇതിൽ പ്രധാനമാണ്. 1. പ്രഭാതചര്യകൾ. ഐശ്വര്യത്തിലേക്കുള്ള ആദ്യപടി നമ്മുടെ പ്രഭാതങ്ങളിൽ നിന്നാണ് തുടങ്ങുന്നത്. സൂര്യോദയത്തിന് മുൻപ്, അതായത് ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണരുന്നത് അത്യുത്തമമാണ്. പുലർച്ചെ എഴുന്നേറ്റ് വീടും പരിസരവും വൃത്തിയാക്കുന്നത് മഹാലക്ഷ്മിയെ സ്വീകരിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്നു. രാവിലെയും വൈകുന്നേരവും ശുദ്ധിയോടെ നിലവിളക്ക് കൊളുത്തുന്നത് വീട്ടിലെ നെഗറ്റീവ് ഊർജത്തെ അകറ്റി സമാധാനം കൊണ്ടുവരും. 2. വീടിന്റെ ശുചിത്വം. ലക്ഷ്മീദേവി വസിക്കുന്നത് ശുദ്ധിയുള്ള ഇടങ്ങളിലാണ്. വീടിന്റെ പ്രവേശന കവാടം എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുക. വൈകുന്നേരങ്ങളിൽ മുൻവാതിൽ തുറന്നിടുന്നത് ലക്ഷ്മി കടന്നുവരാൻ സഹായിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. അതുപോലെ ഉപയോഗിക്കാത്ത സാധനങ്ങളും പൊട്ടിയ പാത്രങ്ങളും വീട്ടിൽ സൂക്ഷിക്കരുത്. അലങ്കോലങ്ങൾ ഒഴിവാക്കുന്നത് ദരിദ്രലക്ഷ്മിയെ അകറ്റി നിർത്താൻ സഹായിക്കും. 3. വഴിപാടുകളും മന്ത്രങ്ങളും. മന്ത്രജപങ്ങൾ മനസ്സിനും വീടിനും പോസിറ്റീവ് ഊർജം നൽകുന്നു. ദിവസവും മഹാലക്ഷ്മി അഷ്ടകം അല്ലെങ്കിൽ കനകധാരാ സ്തോത്രം ജപിക്കുന്നത് ധനലാഭത്തിന് ഉത്തമമാണ്. ലക്ഷ്മീദേവിക്ക് പ്രാധാന്യമുള്ള വെള്ളിയാഴ്ചകളിൽ സസ്യാഹാരം കഴിക്കുന്നതും ദേവീക്ഷേത്ര ദർശനം നടത്തുന്നതും വലിയ ഗുണഫലങ്ങൾ നൽകും. 4. നിത്യജീവിതത്തിൽ ശ്രദ്ധിക്കാൻ. നമ്മുടെ ചില ചെറിയ തെറ്റുകൾ ഐശ്വര്യം കെടുത്താൻ കാരണമായേക്കാം. അന്നലക്ഷ്മിയായ ഭക്ഷണത്തെ എന്നും ആദരിക്കുക. ആഹാരം പാഴാക്കുന്നത് സമ്പത്ത് കുറയാൻ കാരണമാകും. സന്ധ്യാസമയത്ത് ഉറങ്ങുന്നതും കരയുന്നതും ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം. കൂടാതെ സ്വന്തം വരുമാനത്തിൽ നിന്ന് ഒരു ചെറിയ ഭാഗം പാവപ്പെട്ടവർക്കോ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കോ നൽകുന്നത് ഇരട്ടി പുണ്യവും ഐശ്വര്യവും നൽകും. പെരുമാറ്റ രീതികൾ. വീട്ടിലെ മുതിർന്നവരെയും സ്ത്രീകളെയും എന്നും ബഹുമാനിക്കുക. സ്ത്രീകൾ സന്തോഷമായിരിക്കുന്ന വീട്ടിൽ മാത്രമേ ലക്ഷ്മി കടാക്ഷം ഉണ്ടാകൂ എന്നാണ് സങ്കല്പം. ഓർക്കുക, സമ്പത്ത് നേടുന്നതിനൊപ്പം അത് നിലനിർത്താൻ കഠിനാധ്വാനവും കൃത്യമായ സാമ്പത്തിക ആസൂത്രണവും അത്യന്താപേക്ഷിതമാണ്. മഹാലക്ഷ്മി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി.